Assalamualaikum. Welcome back to Zain'S Wonder World. ഇന്ന് നമുക്ക് നല്ല കപ്പപ്പുട്ട് തയ്യാറാക്കാം. നല്ല അടിപൊളി കപ്പപ്പുട്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ Zain'S Wonder World നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നും ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കപ്പ ഗ്രേറ്റ് ചെയ്ത് കഴുകി പിഴിഞ്ഞെടുത്തതാണ്. പിന്നെ വേണ്ടത് കുറച്ച് അരിപ്പൊടി, കുറച്ച് റവ, ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറിയ ഉള്ളി, തേങ്ങ, പിന്നെ ഒരു സ്പൂൺ നെയ്യ് വേണം. ഇനി ഇതെല്ലാം ചേർത്ത് എങ്ങനെയാണ് കപ്പപ്പുട്ട് തയ്യാറാക്കാൻ നോക്കാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ പൂളാന്നാട്ടോ പറയാ. അതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് ഈ കപ്പ ഇതിലേക്ക് എടുത്തിടാം. ഇത് ഞാൻ ഒരു ചെറിയൊരു കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടിൻ്റെ അളവൊക്കെ ചില കപ്പയിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും, ചിലതിൽ കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അരിപ്പൊടി എടുക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. റവ ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങ, ഒരു സ്പൂൺ നെയ്യ്, ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നോക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പുട്ടിന് പൊടി നനക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൊടി ഇനിയും ആവശ്യമുണ്ട്, വെള്ളം നന്നായിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ കുറച്ചുകൂടി പൊടി എടുത്തിട്ടാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച പൊടിയാണ്, പുട്ടിൻ്റെ പൊടിയൊന്നുമല്ല. ഇനി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പാകത്തിന് പൊടിയൊക്കെ ഇട്ട് ഞാൻ എടുത്തു വെച്ച മുഴുവൻ പൊടി ഇട്ട് കൊടുത്തു, റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പുട്ടിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ തേങ്ങയിലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായി തേങ്ങയും ഇതൊന്ന് നന്നായിട്ടൊന്ന് ചെറിയ ഉള്ളിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുക്കറിലവിടെ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കുക. ആദ്യം കുറച്ച് തേങ്ങ പുട്ടുണ്ടാക്കുന്ന പാത്രത്തിലേക്ക്, ഞാൻ ഈ ഇതിലാട്ടോ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നതിലാണ് ഉണ്ടാക്കൽ. നിങ്ങൾക്ക് മറ്റേ കുറ്റി അതിലുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. തേങ്ങ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. എനിക്ക് തോനെ തേങ്ങ ഇടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് അത് 2 ലെയറാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയറിലും റെഡിയാക്കി എടുക്കാം. ഇനി കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി ചുട്ടെടുക്കാം. ഇപ്പോൾ കുക്കറിൽ വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ച് കൊടുക്കാം. ഇനി ആവി വന്ന് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ആവി വരട്ടെ. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മറ്റുള്ളതൊക്കെ ചുട്ടെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. ഞാൻ ഉണ്ടാക്കിയ മിക്സ് കൊണ്ട് എനിക്ക് 6 പുട്ടും പിന്നെ ഒരു ചെറിയ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതുകൊണ്ടായത് ഞങ്ങൾക്ക് കണക്കായിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.